ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, ഒതുണ്ടാക്കാൻ വേണ്ടി ഒരു പൈപ്പ് പുറത്ത് വെച്ചിട്ടുണ്ട്. ആ പുറത്തെ പൈപ്പിൽ ഒതുകൊടുത്താൽ ഒഴുകിപ്പോണ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ ഉണ്ടാകുന്ന പച്ചക്കറിയാണ് ഏത്? ഗോവക്ക. വളഞ്ഞ ഒരു പച്ചക്കായില്ലേ, ചെറിയ ഗോവക്ക. കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥിരമായിട്ടുണ്ടാക്കുന്ന അരിഷ്ടങ്ങളിൽ 82 എണ്ണമാണ്. ദശമൂലാരിഷ്ടം, വാശാരിഷ്ടം, കനകാസം എന്നൊക്കെ പറഞ്ഞിട്ട് 82 അരിഷ്ടത്തിലും ചേർക്കുന്ന സാധനമാണ് ഗോവക്ക. അത്ര ഔഷധ വീര്യമുള്ളതാണ്. ഒരു ഇംഗ്ലീഷ് വളോ ഒരു നാടൻ വളോ ഒന്നും ഇട്ട് കൊടുക്കണ്ട. പച്ചവെള്ളം ഒഴുകിപ്പോകുന്നിടത്ത് ആ സാധനം ഉണ്ടാകും. നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കൂടുതൽ ബാക്കി വന്നതെന്ന് വെക്കാം, ഒരു ഗുഡ്സ് കയറ്റിയിട്ട് കോട്ടക്കാട് വിറ്റാൽ മതി. ആയുർവേദശാലക്കാർ പൈസ തോന്നും. ഏത് ഉമ്മാക്കാണ് ഒരു ഗോവക്കന്റെ ചെടി, ഒരു വള്ളിയാണ്, ചെറിയൊരു വള്ളി, അതൊരു 4 നട്ടുപിടിപ്പിച്ചിട്ട് ഒരു 4 തെങ്ങിന്റെ പട്ടങ്ങനെ വെച്ചിട്ട് അതേ പടുത്തിട്ടുണ്ടാക്കാൻ ആർക്കാ സാധിക്കാത്തത്? ഉമ്മമാരെ, ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാകട്ടെ. വരുമാനം ഗവൺമെന്റിന് കാത്തു നിൽക്കണ്ട, വരുമാനം വേറെ എവിടെന്നെങ്കിലും കാത്തു നിൽക്കണ്ട. വാപ്പ വാങ്ങി തന്ന വീടിന്റെ ചുറ്റുഭാഗത്തെ 10 സെന്റ് 20 സെന്റ് 30 സെന്റ് 1 ഏക്കർ നമ്മുടെ ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ നമുക്ക് കൃഷി ചെയ്തിട്ട് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെയൊക്കെ പറമ്പിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ആ താളിപ്പിന്റെ ഇല ഉണ്ട്, എന്താ പറയാ, ഇന്ന നാട്ടിലൊക്കെ ചീര ഇല എന്നാ പറയാ. നമ്മളെന്താ പറയാ? ആ ചീര എത്ര സൈസ് ഉണ്ട്? ചുവപ്പുണ്ട്, പച്ചയുണ്ട്. അതെ ഇല്ലേ? ഇപ്പത്തെ ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് ആ കേസ് വരൂല. രണ്ടും ഉണ്ടാക്കിയാൽ നമ്മൾ അതാണ് ഇതുകൊണ്ടൊന്നും പറയില്ല, രണ്ടും അവിടെ ഉണ്ടായിക്കോട്ടെ. അപ്പൊ 2 ഇല്ലേ? ഈ ചീരയില എത്ര ദിവസം കൊണ്ട് പറിക്കാനാകും? പച്ച ചീരയാണെങ്കിൽ 28ാമത്തെ ദിവസം പറിക്കാം. ചുവപ്പ് ചീരയാണെങ്കിൽ എന്ത് ചെയ്യാം? 32ാമത്തെ ദിവസം പറിക്കാം. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ പറമ്പിൽ നമ്മൾ ചീര നടി, എന്നിട്ട് നമുക്ക് ആവശ്യമായത് എടുത്തിട്ട് ബാക്കി ഒരു 4 ഇങ്ങനെ ഉണ്ടല്ലോ, ഒരു 4 പറിച്ചിട്ട് ഇങ്ങനെ റബ്ബർ കെട്ടിടുക. അങ്ങനെ 1 റുപ്യക്ക് 2 റുപ്യക്ക് 5 റുപ്യക്ക് അസർക്ക് അവിടെ വിൽക്കാൻ വെച്ചാൽ മഗ്‌രിബ് ആകുമ്പോഴത്തേക്കും ഒക്കെ വിറ്റ് ചെലവാകും. മോളെ, നിനക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവണോ? ഉമ്മ, നിന്റെ കയ്യിൽ പണം ഉണ്ടാകണോ? അഭിമാനത്തോടു കൂടെ ജീവിക്കണോ? അന്തസ്സോടുകൂടെ ജീവിക്കണോ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, കൈ കൊണ്ട് അധ്വാനിച്ച വരുമാനം, കൈ കൊണ്ട് അധ്വാനിച്ച് കിട്ടിയ ഭക്ഷണം, അതാണ് ഏറ്റവും മുന്തിയ ഭക്ഷണം. ഏറ്റവും മുന്തിയ ഭക്ഷണം കൈകൊണ്ട് അധ്വാനം. നിങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആഖിറത്തിൽ അഭിമാനിക്കണം. എരന്ന് ജീവിക്കവന്റെ മുഖത്ത് നാളെ മഹ്ശറാബൻ സഭയിൽ വരുമ്പോൾ മാംസം ഉണ്ടാകൂല, എല്ലും തൊലിയുമായി എല്ല് പൊന്തി നിൽക്കുന്ന ആളായിട്ടായിരിക്കും അവൻ വരുന്നത്. അങ്ങനത്തെവരെ കാണിച്ചു കൊടുത്തിട്ട് അഭിമാനിക്കാൻ പറ്റുമോ മുത്തനബിക്ക്? നാളെ അള്ളാഹുവിന് മുമ്പിൽ നമ്മളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അഭിമാനിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുത്തനബിക്ക് അഭിമാനിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അധ്വാനിച്ച പണം കൊണ്ട് മീൻ വാങ്ങുക, നമ്മൾ അധ്വാനിച്ച പണം കൊണ്ട് മാംസം വാങ്ങുക, നല്ല ആരോഗ്യമുള്ളവനാവണം.